MLA യുടെ ജോലി ശവടക്കിന് പോവുകയും വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോവുകയും അല്ലെങ്കിൽ എന്താ പറയുക പാലം ഉദ്ഘാടനം ചെയ്യുകയും ഒന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെ പറ്റിയുള്ള സംസാരങ്ങളും ചർച്ചകളും നിയമനിർമ്മാണങ്ങളും നിയമസഭകളിൽ നടക്കുന്നില്ല. അവിടെ കോപ്രായങ്ങളും അസഭ്യങ്ങളും വാടാപോടാ വിളികളും വാഗ്വാദങ്ങളും അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലുകളും ആൾക്കാരെ ത്രസിപ്പിക്കുന്ന സിനിമ മാസ് ഡയലോഗുകളും അവിടെ സംഭവിക്കുന്നത്. ആം ആദ്മി അങ്ങൊരു കൾച്ചറേ അല്ല. ഞങ്ങളുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ജനകീയ വിഷയങ്ങൾ, ജനോപകാരപ്രദമായ വിഷയങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുക, അതിനെപ്പറ്റി സംവാദങ്ങൾ നടത്തുക. അതാണ് ആം ആദ്മി പഞ്ചാബിലും ഡൽഹിയിലും ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആം ആദ്മിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ മനുഷ്യരും ഒന്നുകിൽ പ്രൊഫഷണൽസ് ആയിരിക്കും, അതല്ലെങ്കിൽ സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രശ്നം. അവൻ വന്നിരിക്കുന്നത് ഇത് ആജീവനാന്ത ഇതിന്റെ MLA ആവാനൊന്നുമല്ല. ഇപ്പം ഡൽഹിയിൽ മത്സരിച്ചല്ലോ, ഡൽഹിയിൽ കഴിഞ്ഞ 2 ടീമിൽ മത്സരിച്ചല്ലോ. ഓരോ ടീമിലും പെർഫോമൻസ് അടിസ്ഥാനത്തിൽ അടുത്ത MLA സീറ്റ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ലല്ലോ, കുത്തകയല്ലേ. അച്ഛൻ മരിച്ച മോൻ മരിച്ച മോന്റെ കുടുംബ സീറ്റ്. ഉമ്മൻചാണ്ടി സാറ് മരിച്ചു, ചാണ്ടിയുമ്മന് കിട്ടി. ഇപ്പൊ ചാണ്ടിയുമ്മന്റെ സഹോദരിക്ക് കൊടുക്കാൻ പോകുന്നു. MV ഗോവിന്ദന്റെ വൈഫ് ശ്യാമള മത്സരിക്കുന്നു. അപ്പൊ പറയുന്നത് എന്താണ്, ശ്യാമല കേഡറാണെന്ന് പറയുന്നു. ഇപ്പൊ കളമശ്ശേരി നമ്മൾ സംസാരിക്കുന്ന മകൻ. അപ്പൊ ഇതെന്താണ്, കുടുംബജോലിയാണ് ഇത്. വളരെ അങ്ങനെയാണെങ്കിൽ PS ഒന്നും വേണ്ടല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ. എന്തുകൊണ്ടാണ് സുധാകരൻ മറ്റവരും ഒക്കെ ഇത് വേണമെന്ന് പറഞ്ഞതറിയോ? കഴിഞ്ഞ 10-40 വർഷം ഇവര് എല്ലാവിധ സൗകര്യങ്ങളും കൂടെ ജീവിക്കുക. അണികൾ, ഡ്രൈവ് ചെയ്യാനാണ്, വസ്ത്രം തേച്ചു കൊടുക്കാനാണ്, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനാണ്, ഇഷ്ടമുള്ള അങ്ങനെ 1 രൂപ ചെലവിലാണ് ജീവിക്കുക. അപ്പൊ അതിൽ നിന്ന് പുറത്തോട്ട് ഒരു ദിവസം ഇറങ്ങി നിൽക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവർ ചത്തുപോകും. ഇതിങ്ങനെ കാണുന്നതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് നല്ല ചെറുപ്പക്കാരുണ്ട്. നല്ല ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ സോക്കോൾഡ്, അതിനകത്ത് വേറെ വിചാരിക്കും. നല്ല ഉദ്ദേശിക്കുന്നത് വിഷനുള്ള ചെറുപ്പക്കാരുണ്ട്. അതായത് ഇങ്ങനൊന്നും പോയാൽ പോരാ, രാഷ്ട്രീയം നന്നാവണം. അവരിതിലോട്ട് വരാത്തതിന്റെ കാരണം ഈ കോപ്രായം കാണുന്നുണ്ടാണ്. അപ്പൊ ഈ കോപ്രായം കാണിക്കുന്നതുകൊണ്ട് നല്ലവർ വരുന്നില്ല, മോശപ്പെട്ടവർ വരുന്നു. ഈ മോശപ്പെട്ടവർ വരുന്നതുകൊണ്ടാണ് നമ്മൾ തെരുവിൽ നിന്ന് അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷയെന്ന് നമ്മൾ മുദ്രാവാക്യം കേൾക്കേണ്ടി വരുന്നത്. ഈ ഗുണ്ടാ മുദ്രാവാക്യം കേൾക്കേണ്ടി വരുന്നതിന്റെ കാരണം ഈ വിഷനില്ലാത്തവരോടൊപ്പം ഇരിക്കുന്നുണ്ട്. അതൊക്കെ മാറും. ഒരു കാര്യം ഷുവറാണ്, ഒരു 10-15 വർഷത്തിന് ശേഷം കേരളത്തിന്റെ പൊളിറ്റിക്സ് തീവ്രമായി മാറും. കാരണം എന്റെ മകൾ, അങ്ങയുടെ മകൾ ഒക്കെ വളർന്നു വരുമ്പോൾ അന്നേരം MLA MP ഒക്കെ വേണ്ടേ. പക്ഷെ അവർ ഇതിനൊന്നും നിൽക്കത്തില്ല. പിള്ളേരൊക്കെ ഭയങ്കര ന്യൂജൻ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ വളരെ എഫിഷ്യന്റ് ആണ്. അവരവരുടെ സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരാണ്, സെൽഫ് റെസ്പെക്ട് ഉള്ളവരാണ്. അവർ വരുമ്പോൾ ഇതെല്ലാം മാറും. ആ ന്യൂജൻ പൊളിറ്റിക്സ് ആണ് ആം ആദ്മി.